ഇല്ല ഇല്ല, അങ്ങനെ പഠിപ്പിച്ചില്ല. മുഹമ്മദ് നബി ലോകർക്ക് മുഴുവൻ ദൃഷ്ടാന്തമെന്ന് മദ്രസ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല പഠിപ്പിച്ചത്. മുഹമ്മദ് നബി റഹ്മത്തുല്ലിൽ ലോകർക്ക് മുഴുവൻ അനുഗ്രഹമാണ് എന്ന ഒരു വചനമുണ്ട്. ഉണ്ട്. അപ്പൊ ഈസാ നബി ലോകർക്ക് മുഴുവനും അങ്ങനെ ഒരു ഇതല്ല, ഒരു ദൃഷ്ടാന്തമല്ല. ദൃഷ്ടാന്തം എന്താ ഇപ്പൊ ആർക്കും സത്യപ്രദം വല്ല അറിയാമോ? കടുകെട്ടി മൊഴിയാണോ? ആർക്കെല്ലാം അറിയാമോ എന്താണെന്ന്? സൈനാണ് പറഞ്ഞേക്കുന്നത്. സൈൻ ആണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്തേക്കുന്ന വേർഡ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? സൈൻ. ഓക്കെ, എന്നൊരു അടയാളം എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ, ഒരു അടയാളം. അതെ 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 അതെ. ഓക്കെ, അങ്ങനെയുണ്ടോ മെഹബൂബ? ഇപ്പൊ ഞാൻ വേറൊരു സാധനം ഏതാ കേട്ടില്ല. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്താണ് ഒരു അടയാളം. അർത്ഥം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉദാഹരണം, സാക്ഷി അല്ലെങ്കിൽ തെളിവ്, അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈസ ലോകത്തിന് മുഴുവനുള്ളതാണ്, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ് അല്ലെ? അതെ, ഖുർആൻ ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസാ നബിക്ക് ഇത്രയും നാള് ഞാൻ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ പേര് ഉള്ളത് ഈസാ നബിയുടെ ആണോ, യേശുവിൻ്റെതാണ്? അല്ല, ഇത് കേക്ക് നമ്മൾ ഈ മാർക്കില്ലാത്ത എന്ന് വെച്ചാൽ എഴുതിയിട്ടും പ്രത്യേകിച്ച് മാർക്ക് കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാള് ഈ ദാവക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഈസ ഒരു പഞ്ചായത്തിലോട്ടും പ്രവാചകൻ മുഹമ്മദ് ലോകത്തിലുള്ള എല്ലാവർക്കും കൊണ്ടുവന്നാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈസാ നബി ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? ഞാൻ എന്നെ ഇസ്രായേലിലോട്ട് മാത്രം അയച്ചെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് കുറച്ച് ആൾക്കാർ വരാറില്ലേ? പക്ഷെ നിങ്ങളുടെ ബുക്ക് അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ ബുക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇല്ല, ഇത് ഇസ്രായേലിലോട്ട് മാത്രമാണ്, പുറത്തോട്ടൊന്നും പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാവാക്കാരുടെ ബുക്കിൽ കിടക്കുന്നു ഈസ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ള ഒരു അടയാളം വേണം. സുബ്ഹാനല്ലാഹ്. അല്ല, ഖുർആൻ അടയാളാകുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ പ്രവാചകന്മാരും ഒരു അടയാളം. അത് കറക്റ്റ്, മെഹബൂബ് ഇപ്പൊ പറഞ്ഞ കറക്റ്റ്. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ അടിക്കണ ഈ അടി ഉണ്ടല്ലോ, ഈ അടി കുറച്ചാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ അടി ആ സമയത്ത് എങ്ങനെ അടിക്കൊണ്ടിരുന്നത് അറിയാമോ? ആ സമയത്ത് മുഹമ്മദ് നബി ഇന്റർനാഷണലി, ഈസ പഞ്ചായത്ത്, ബാക്കി എല്ലാ പ്രവാചകന്മാരും പഞ്ചായത്തിലേക്ക്, പ്രവാചകൻ ഇന്റർനാഷണൽ ലെവലിലോട്ട്. പക്ഷെ ഇപ്പൊ അടിക്കും. ഇപ്പൊ എല്ലാരും ഇന്റർനാഷണലായി. കാരണം ഇപ്പൊ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാരും ഇന്റർനാഷണൽ ആക്കണമല്ലോ. മുസ്ലിങ്ങളെ യേശുവിനെ അടിക്കാറില്ലല്ലോ. നിങ്ങളല്ലേ നിങ്ങൾ അങ്ങനെ ചീത്ത പറയാ, അങ്ങനെ ആ രീതിയിലുള്ള പരിഹാസിക്കുകയും ചെയ്യുമ്പോ നബീൽ മുരീൻ മുസ്ലിം അല്ലേ? ഞാൻ ഖുർആന്റെ കാര്യം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ നിങ്ങളുടെ അപ്പൊ എല്ലാ നബിമാരും ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിട്ട് വന്നേക്കുന്നു, കറക്റ്റ് അല്ലേ? ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിലാണ് അയക്കപ്പെട്ടത്, ആ സമൂഹത്തിലേക്ക്, അവരെ കാലഘട്ടത്തിലുള്ള ജനങ്ങളിലേക്ക്. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്, മോശയുടെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ മറ്റേ പുള്ളി നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവാചകൻ ആ പരിസരത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? മക്ക മദീന ആ ഏരിയ സർവേ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ മാതൃകയുണ്ട് നബിയെ അയച്ചത് എന്നുള്ളതാണ് ദൃഷ്ടാന്തത്തിന്റെ മാതൃകയാണ്. അത് കറക്റ്റാണ്. താങ്ക് യു. ചോദിക്കുന്നത്, നിങ്ങളുടെ ഈസ ലോകത്തിലുള്ള എല്ലാവർക്കും മാതൃക. ഞാൻ ഒരു മിനിറ്റ് ന്യൂക്ലിയർ, ഈ ഈസ എന്ന ആള് ഈ പണ്ട് അറബ് ഗോത്രത്തിന്റെ ഏതൊരാളാണ് ഈസ എന്നൊരു
ഇത്. ശരിക്കും അത് യേശു ക്രിസ്തു അല്ല, ഇവരത് യേശു ആക്കി മാറ്റിയതാണ്. അത് വിട്ടുകള. ഞാൻ അത് 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 എടുക്ക അത് എടുക്ക അത് പാവങ്ങളല്ലേ. നിങ്ങളൊന്ന് എന്ത് പഠിക്കണം കേട്ടോ. ഈ ഈസ എന്ന പേര് എങ്ങനെ വന്നു എന്ന് ഇതില് ഇസ്ലാമില്. അത് ഇത് ഈ അള്ളമാരി ഒരു ഗോത്രാണ് ഈ ഈസ. പണ്ട് ആരോ ആരാധിച്ചതാണ് ഈസ എന്നൊരു ഇതിനെ. അത് ശരിക്കും ഒന്ന് പഠിച്ചു നോക്കണം അല്ല ശരിക്കും. അതെ ഞാനത് ഈ അത് ആരിഫൈൻ ഞാൻ പറഞ്ഞ ഇവർക്ക് പൊതുവെ ഇച്ചിരി ദാരിദ്ര്യമുള്ള കൂട്ടത്തിലാണ്. നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ദാരിദ്ര്യമുള്ള ആൾക്കാർ കടം പലതും അടിച്ചുകൊണ്ട് പോകും, കട്ടെടുത്തിട്ട് പോകും, ചോദിച്ചിട്ട് എടുത്തിട്ട് പോകും. അത് കുഴപ്പമില്ല. പാവങ്ങള് ഇവരുടെ ഇവർക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളില്ലെങ്കിൽ ഇവർക്ക് എന്ത് നിലനിൽപ്പ്. നമ്മുടെ നിഴലിലാണ് ഇവർ നിൽക്കണത് തന്നെ, പാവങ്ങള്. ഇപ്പൊ നമ്മുടെ ഒരു കുറെ കാര്യങ്ങൾ നമ്മളെ ഒന്ന് കേട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഒരു പഞ്ചായത്ത് മറ്റേ ഇപ്പൊ അപ്പുറം റാണിയൊക്കെ ഇരിക്കണോട്ടിരിക്കേണ്ടി വന്നേനെ. ജാമ്യ ടീച്ചർ വന്നിട്ടല്ലോ. ടീച്ചറെ കയറി ടീച്ചറെ പിഗേ നീ ഞരമ്പയിലോടുമ്പോ ടീച്ചർ ഇതിനെ കുറിച്ച് പഠിച്ച് മതം വിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഫിഗ് വലിയ ഡയലോഗ് ഒന്നും അടിക്കല്ലേ കേട്ടാ. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. മെഹബൂബെ, റഹ്മത്തല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ അത് മുതലാണ് കേട്ടത്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ജമിനിയോട് ചോദിച്ചിട്ട് സാവകാശം പറഞ്ഞാൽ മതി കേട്ടോ. എന്തായിരുന്നു സത്യപ്രദം അഡ്രസ് ചെയ്യാമോ? അല്ല, നമ്മുടെ മെഹബൂബ് വന്നിട്ടേ റഹ്മത്തല്ലിൽ ആലമീനിന് ഒരർത്ഥം പറഞ്ഞു. അതുപോലെ ആയത്ത് അഥവാ ദൃഷ്ടാന്തം എന്തോ ഒരർത്ഥം ആള് പറഞ്ഞിരുന്നു. ശരിക്കും മദ്രസകളിലും അറബി കോളേജുകളിലും പഠിപ്പിക്കുന്ന അർത്ഥം അതല്ല. മെഹബൂബ് ഒന്ന് പറഞ്ഞാല് ഞാനത് പറയാം എന്താണെന്ന്. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞല്ലോ. മറുപടി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മുഹമ്മദ് നബി ഒരു പ്രത്യേക മതവിഭാഗത്തിന്, ഒരു പ്രത്യേക പ്രദേശത്ത്, ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ഇടത്തു മാത്രം വന്ന ആളാണ്. പിന്നെ റഹ്മത്തല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. നിങ്ങൾ പറഞ്ഞത് അനുഗ്രഹം എന്നാണ്. അനുഗ്രഹം എന്ന് പറയണമെങ്കിൽ കേട്ടിട്ടില്ലേ, ബാറക്കല്ലാഹു ലക്, ബർക്കത്ത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയണ്ടേ. പിന്നെ ഈ ആയത്ത് എന്ന് പറയില്ലേ, ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഖുർആനിൽ നല്ല രൂപത്തിൽ മാർഗനിർദ്ദേശമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ മാതൃക. ഖുർആൻ ഒരു മോഡലാണ്. ഖുർആനിൽ അമാനുഷികതയുണ്ട്. ആ അമാനുഷികത്വത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ദൃഷ്ടാന്തം, ആയത്ത്. നമ്മൾ ഖുർആനിക വചനങ്ങളെ പറയില്ലേ ആയത്ത് എന്ന്, അതാണ്. അപ്പോ നമുക്കറിയാത്ത ഒരു വിഷയത്തെ അറിയത്തില്ല എന്ന് പറയണം. അതല്ലാതെ എൻ്റെ അറിവ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെ അർത്ഥങ്ങളെ വ്യത്യസ്തപ്പെടുത്തി പറയരുത്. പിന്നെ ഈസാ നബിയെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഈസാ നബിയെ നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ എന്നല്ലേ. ഈസാ നബി പിഴച്ചുപെറ്റ സന്തതിയാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതായത് ഈസാ നബി എന്ന് പറയുന്ന ആള്, നിങ്ങൾ പറയുന്നത് മൂസയും അല്ല ഈസയും യേശുവും ഒരാളാണ് എന്നാണ് ഇതുവരേക്കും ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ പുരോഹിതന്മാരും പറഞ്ഞിരുന്നത്. പിന്നീട് ക്രിസ്ത്യാനികൾ വന്നിട്ട് ഖുർആനിൽ പറയുന്ന ഈസാ നബി അല്ല ബൈബിളിലെ യേശു എന്ന് തെളിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്ന്. അപ്പോൾ ഈസയും യേശുവും ഒരാളാണ് എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതന്മാര് പറയണം ഈസാ നബി പിഴച്ചുപെറ്റ സന്തതിയാണോ? അപ്പൊ അദ്ദേഹം മെഹബൂബ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മെഹബൂബ് പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ ആദരിക്കുന്നു എന്ന്. അതിന് ഈസാ നബിയെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, യേശുവിനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത്. അതിനു കൂടി മെഹബൂബെ ഒരു മറുപടി ഒന്ന് പറയുമോ? അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല, ഇവര് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഇത്ര കാലമായിട്ട് അറബി പഠിപ്പിച്ചു, ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് റഹ്മത്ത് എന്താന്നുള്ളതും ബർക്കത്ത് എന്താന്നുള്ളതും മനസ്സിലാക്കാതെ എനിക്ക് വിവരമില്ല. പക്ഷെ ഇവര് കുറെ ടീച്ചർ ഒക്കെ പഠിച്ചു വന്നതല്ലേ.
റഹ്മത്ത് എന്നാല് ഞാൻ ഇവിടെ പരിശോധിച്ചപ്പം അനുഗ്രഹം എന്നാണ് റഹ്മത്തിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല, ഞാൻ പറയട്ടെ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ബർക്കത്ത് എന്ന അറബി പദത്തിന് അഭിവൃദ്ധി, വർധനവ്, നന്മ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണെന്നാ പറയുന്നത്. റഹ്മത്ത് എന്നുള്ളതിന് അനുഗ്രഹം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കാരുണ്യം, ദയ, അനുകമ്പ അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. എനിക്ക് മനസ്സിലാവില്ല. പിന്നെന്താ ചോദ്യം എനിക്ക് മനസ്സിലായി. വേറെ എന്തൊക്കെ പറഞ്ഞ കഴിയും. അതിനിടെ ഇത് പരിശോധിക്കാൻ വേണ്ടി പോയതായിരുന്നു. മെഹബൂബെ, അത് എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ജെമിനി ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ജാമിദാക്ക് ജെമിനി വേണ്ട. ജെമിനി തന്നെ പറയുന്നതെന്ന് അറിയാമോ? ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒരു ഭാഷാ സഹായി മാത്രമാണ്, എനിക്ക് തെറ്റുപറ്റാമെന്ന. ഏതെങ്കിലും ഉസ്താദിനോട് പോയി ചോദിച്ചിട്ടു വാ, റഹ്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നും ബർക്കത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നും ചോദിച്ചിട്ടു വാ, എനിക്ക് തെറ്റത്തില്ല. എന്നാ ജാമിദക്ക് തെറ്റിയിട്ടുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹം എന്ന് തന്നെയാണ് അർത്ഥം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റഹ്മത്ത്, ബർക്കത്ത് എന്ന് പറഞ്ഞാല് വർധനവ്, അഭിവൃദ്ധി എന്നുള്ള അർത്ഥമാണ്. ബർക്കത്ത് ചെയ്യട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ബർക്കത്ത് എന്ന് പറയുമ്പോൾ വരുന്നത്. അല്ലാതെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി എന്നുള്ള അർത്ഥം ആ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെ. ഞാൻ പഠിച്ചതും പിന്നെ ഇയാൾ സംശയം ക്ലിയർ ആക്കിയതാണ്. എന്താണ് റഹ്മത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ അവിടെ എന്താണ് അനുഗ്രഹം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അതിന് വേണമെങ്കിൽ ഇവർക്കൊക്കെ പരിശോധിക്കാം. ക്യൂബൈക്കൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കിട്ടുന്ന സാധനമാണല്ലോ. ഇല്ല ആനമുട്ടെന്നല്ലോ സംഭവം. കൃത്യമായിട്ട് അന്വേഷിച്ചാൽ കിട്ടുന്ന സംഭവങ്ങളാണ് ഒക്കെ. മെഹബൂബെ, വിവരക്കേട് നല്ലതാണ്, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ജെമിനി തരുന്ന അർത്ഥം വെച്ചിട്ട് എന്നോട് തർക്കിക്കാനും വരരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കേട്ടിട്ടുണ്ടോ? ഖുർആനിലെ 1-ാം അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ വചനമാണ്. അടുത്ത വചനം എന്താണെന്ന് അറിയാമോ? അർ റഹ്മാനിർ റഹീം. റഹ്മാൻ, റഹീം, റഹ്മത്ത് എന്താണെന്ന് അറിയാമോ? കാരുണ്യം. കാരുണ്യം. അസ്സലാമു അലൈക്കും എന്ന് ഒരാളോട് പറയുമ്പോൾ അവര് തിരിച്ചു പറയും വ അലൈക്കുമുസ്സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. റഹ്മത്തുല്ലാഹി വ ബർക്കാത്തുഹു. റഹ്മത്തുല്ലാ, അള്ളാഹുവിന്റെ കാരുണ്യവും, ബർക്കാത്തുഹു, അള്ളാഹുവിന്റെ അനുഗ്രഹവും. വീണ്ടും നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരത്തില് പിടിച്ചു നിൽക്കരുത് ജെമിനിയെ വിശ്വസിച്ചിട്ട്. മൻഹല്, മുൻജിദ്, അറബിയിൽ കുറച്ച് ഡിക്ഷണറികളുണ്ട്, അതൊക്കെ എടുത്ത് നോക്കി പഠിച്ചിട്ട് വായോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ടീച്ചറൊന്നും പറയാന്നല്ലാതെ കറക്റ്റായിട്ട് അതിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആർക്കും ചെക്ക് ചെയ്ത് കിട്ടുന്ന സംഭവമല്ലേ ഇത്, വലിയ ആനത്തലല്ലോ ഞാൻ പറഞ്ഞത്. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. നിങ്ങൾ എങ്ങനെ മറിച്ചും തിരിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റഹ്മത്ത് എന്ന അനുഗ്രഹം ഉണ്ടാവട്ടെ, ബറക്കാത്തു എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥം. അനുഗ്രഹിക്കുകയാണ് അവിടെ വരുന്നത്, അല്ല നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല അവിടെ വരുന്നത്. ഒന്ന് പഠിച്ചിട്ട് വരി പ്ലീസ്. നിങ്ങൾ അങ്ങനെ കുറെ കിതാബുകളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണം. ഇത്തരം മദ്രസ പൊട്ടന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അറബി എന്താണ് എന്ന് അറിയണം. അറബി പദങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് അറിയണം. അതറിയാത്ത ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. റഹിമ എന്ന പദത്തിൽ നിന്നാണ് റഹ്മത്ത് എന്ന പദം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. റഹിമ, യർഹമു, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരണം. അതിനകത്ത് മാലിയുണ്ട്, മുലാരിയുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരണം. അതല്ലാതെ ജെമിനി പറഞ്ഞു, അതല്ലെങ്കിൽ ചാറ്റ് GPT പറഞ്ഞു എന്നതുകൊണ്ട് അർത്ഥം അതാകത്തില്ല. ഇത് ഭാഷ അറബിയാ, അറബി ഭാഷ. നീ എന്നെ ടീച്ചർ എന്നൊന്നും പറയണ്ട മെഹബൂബെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. മൻഹലും മുൻജിദും ഒക്കെ എടുത്ത് പഠിച്ചിട്ട് വരണം മെഹബൂബെ. ഈ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നീ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലിട്ട് തട്ടി കളിക്കുന്ന പുസ്തകങ്ങൾ അതൊക്കെ.
അതുകൊണ്ട് എനിക്ക് തെറ്റത്തില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അതുകൊണ്ടാണ് റഹ്മത്തുല്ലാഹി വ ബർക്കാത്തുഹു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന. നമ്മുടെ വിഷയത്തിൽ നിന്ന് നീ തെറ്റിപ്പോകുവാണ്. ദൃഷ്ടാന്തം എന്ന വിഷയത്തിലും ഈസാ നബിയുടെ വിഷയത്തിലുമാണ് ഇവിടെ ചർച്ച ഞാൻ വന്നപ്പോൾ കേട്ടത്. ആ വിഷയത്തിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് മെഹബൂബിന് അറബി അറിയില്ല, അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. കാരണം അറിയാമെങ്കിൽ ആ വിഡ്ഢിത്തം വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കുമായിരുന്നില്ല. ജെമിനിയും ചാറ്റ് GPT പറയുന്ന ഖുർആൻ വചനങ്ങളും അതിൽ തരുന്ന അർത്ഥങ്ങളും അല്ലാതെ നിങ്ങൾക്ക് ഒരു കുന്തവും അറിയില്ല. പക്ഷേ ജാമിദക്ക് ജെമിനിയും വേണ്ട, ചാറ്റ് GPTയും വേണ്ട. ജാമിദ പഠിച്ച തഫ്സീറുകൾ തന്നെ ധാരാളമാണ്. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ജാമ്യത ഈ കിതാബുകൾ തട്ടിക്കളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കുറെ തട്ടിക്കളിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം പഠിക്കണമെന്നില്ല. അത് പഠിക്കാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അല്ല തട്ടിക്കളിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാവൂല. അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നം, ഈ ജാമിദ ടീച്ചർ പറഞ്ഞ പോലെ ഈ റഹീം എന്നുള്ള വേർഡിന്റെ മീനിങ് കരുണ അല്ലെങ്കിൽ കരുണയുള്ളവൻ എന്നുള്ളത്. ഇപ്പൊ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിനകത്ത് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ മെഹബൂബെ. അവിടെ അനുഗ്രഹം എന്ന് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. നിങ്ങളുടെ പണ്ഡിതന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. അത് മലയാളത്തിലൊന്ന് പറയാമോ? ഇപ്പൊ നിങ്ങള് ഫാത്തി ഓതുമ്പോ പറയുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നില്ലേ, അത് മലയാളത്തിലൊന്ന് പറയാമോ? അത് മലയാളത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, അർ റഹ്മാനി വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നു. അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നത്. അർ റഹീം വഴിപ്പെട്ടവർക്ക് മാത്രം, അതായത് അവനെ അനുസരിച്ചവർക്ക് മാത്രം, അവന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നത്. അതാണ് കൃത്യമായിട്ടുള്ള അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളോട് വ്യാഖ്യാനിക്കാനല്ല പറഞ്ഞ, ഇതാണ് പ്രശ്നം. നിങ്ങളോട് ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പറയത്തില്ല. ഇതാണ് അല്ല, നമ്മള് ഖുർആനാ പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞത് നമ്മള് ഖുർആനാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആൾക്ക് അറബി ഭാഷയുടെ വരമ്പത്തൂടെ പോലും ആള് പോയിട്ടില്ല. ആൾക്കറിയില്ല. എക്യു ബ്രദറെ, ആൾക്കറിയില്ല. കാരണം മെഹബൂബെ ചാറ്റ് GPTയും ജെമിനിയും കൊണ്ട് സംവാദത്തിന് ഇറങ്ങരുത്, തോറ്റുപോകും. ഇല്ല, ജാമിദയുടെ ഉദ്ദേശമല്ല. ബി ഞാൻ പറഞ്ഞു തരാം, അർത്ഥം ഞാൻ പറഞ്ഞു തരാം മെഹബൂബെ. മെഹബൂബ് പറഞ്ഞ അർത്ഥമല്ല. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇസ്മി എന്ന് പറഞ്ഞാൽ നാമം, നാമം കൊണ്ട്. അവിടെ എവിടെയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എവിടെയുണ്ട്? ഇല്ല. അപ്പോ അറബി ഭാഷ അറിയില്ല, വാക്കുകൾ അറിയില്ല, അർത്ഥങ്ങൾ അറിയില്ല, ഇതെങ്ങനെ ഘടിപ്പിക്കണമെന്ന് അറിയില്ല. എന്നിട്ട് ചാറ്റ് GPTയും ജെമിനിയും കൊണ്ടുവന്നിട്ട് സംവദിക്കാൻ വന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ബി കൊണ്ട്, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, നാമം കൊണ്ട്. ഇല്ല, അല്ലാഹു, അല്ലാഹു നാമം കൊണ്ട്. പ്രത്യേകിച്ച് അതിനൊരു അർത്ഥം പോലും ഇല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, റഹ്മാൻ കാരുണ്യം, വഴിപ്പെട്ടവർക്ക് കാരുണ്യം. അതൊക്കെ എവിടെ കിടക്കുന്നതിന്റെ അർത്ഥം? റഹ്മാനും റഹീമും ആർക്കാണ് കാരുണ്യം, ആർക്കാണ് കാരുണ്യം ചെയ്യാത്തത് ചെയ്യുന്നത്? ഇതൊക്കെ എവിടെ കിടക്കുന്നു? ആൾക്കൊന്നും അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. താഴെ ഒരു ലൈഫ് ഇരിക്കുന്നുണ്ട്, നഹാസ് ഉണ്ട്, അവര് പല്ലൊലിച്ച് കാണിക്കുന്നുണ്ട്. കയറി വന്നേ ഇങ്ങോട്ട്, എന്നിട്ട് പറഞ്ഞ് ശരിക്കും അറിയുന്നവർ ഇങ്ങോട്ട് കയറി വന്നേ. ലൈഫ് അബ്ദു കയറി വരുന്നതാണ്. അബ്ദു കയറി വന്നേ. ഞാൻ ആദ്യമായിട്ടോ ഈ ഞാനും ആദ്യമായിട്ടാണ് വഴിപ്പെട്ടവരുന്നോ. അല്ല, അത് മാത്രമല്ല സത്യപ്രദരെ, ഈ റഹീം അല്ലെങ്കിൽ റഹ്മാൻ ഇങ്ങനെയുള്ള പദങ്ങളുടെ അർത്ഥം അറിയാത്തൊരു മുസ്ലിമിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോലും അറിയാവുന്ന വാക്കാണത്. കാരുണ്യം, കാരുണ്യവാൻ അല്ലെങ്കിൽ കരുണ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. പക്ഷെ ഒരു മുസ്ലിമിന് പോലും ഈ പദം അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൂർ കേട്ടോ. നിങ്ങളുടെ മദ്രസകളൊന്നും പോരാ, വെറുതെയാ. എക്യു ബ്രദറെ, ഏതാണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന 98% ഇസ്ലാം മതവിശ്വാസികളുടെയും പരിതാപകരമായ സാഹചര്യമാണിത്. അവർക്ക് ഇസ്ലാം എന്താണെന്നോ
മുസ്ലിം എന്താണെന്നോ ഖുർആൻ എന്തെന്നോ ഹദീസ് എന്തെന്നോ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതെങ്ങനെ മനസ്സിലാക്കണമെന്നോ യാതൊരു ധാരണയുമില്ല. അസ്സലാമു അലൈക്കും ഇവർ ഓർമ്മ വച്ച കാലം മുതല് പറയുന്ന പദമാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സംസാരിച്ചു തുടങ്ങുന്ന കാലം മുതൽ പറയുന്നതാ. അതിന്റെ അർത്ഥം ഒരുത്തം വന്ന് പറഞ്ഞ രീതിയാ നമ്മൾ കണ്ടത്. ബിസ്മില്ലാ, പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ. എവിടെ കിടക്കുന്നു അത്രയും ഒക്കെ അർത്ഥം അവിടെ ഇവർക്കറിയില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ മറുപടി പറഞ്ഞത് കണ്ടോ ആള്, അഭിവൃദ്ധി. അങ്ങനെ ഒരു പദമേ അതിനകത്തില്ല. ഇവർക്കറിയില്ല. ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. സംസാരിച്ച് നമുക്ക് ഭ്രാന്താകുമെന്നുള്ളതല്ലാതെ ഇവർക്ക് അക്ഷരത്തെറ്റില്ലാതെ മലയാളം എഴുതാൻ അറിയില്ല. പിന്നെയല്ലേ മറ്റൊരു ഭാഷ കടമെടുക്കുന്നത്. ഒരു രക്ഷയുമില്ലെന്ന് ഇവരുടെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് ഇവരുടെ.